ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഒരു വർഷം കേരളത്തിൽ എത്രത്തോളം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിലിം മേക്കേഴ്സ് സിനിമ ഉണ്ടാക്കുന്നു, അത് പക്ഷെ എവിടെ എത്തിച്ചേരുന്നു. അതിന്റെ തന്നെ ഒന്നാമത്തെ സിനിമയ്ക്ക് ഈ അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായ ഒരു സിനിമയാണ്. അപ്പൊ ഇത് പല പല ഘടകങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് ഇത് ഈ പോളിസി ആരാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത്. ഇത് നമ്മൾ കാണികളുടെ ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയുടെ ഒരു പോളിസി ആയിരുന്നുവെങ്കിൽ ഈ കുഴപ്പമില്ല ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കുന്നു. എന്താണ് കൾച്ചറും പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊളിറ്റിക്സ് ആണോ കൾച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, കൾച്ചറാണോ പൊളിറ്റിക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ പല പരിപാടികളുടെ ഭാഗമായി ഒരു കൾച്ചറൽ പരിപാടി ഉണ്ടാകാറുണ്ട്. അല്ലാതെ ഈ മൊത്തത്തിലുള്ള ഒരു കൾച്ചർ രൂപീകരിക്കാനായിട്ട് ഞാൻ ഗവൺമെന്റിനെ കുറ്റം പറയുകയല്ല, ഞാനെപ്പോഴും സിവിൽ സൊസൈറ്റിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരാളാണ്, മാധ്യമങ്ങളിലും പ്രതീക്ഷ വയ്ക്കുന്ന ഒരാളല്ല. അപ്പൊ ആ അർത്ഥത്തിൽ സിവിൽ സൊസൈറ്റിക്ക് എത്രമാത്രം ഒരു പോളിസി രൂപീകരണത്തിൽ സ്വാഭാവികമായിട്ടും പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമാണ്. അതായിരിക്കും ഒരുപക്ഷെ ഞാൻ ഇൻഡിപെൻഡന്റ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ മാത്രമേ ഇപ്പൊ ജിതിൻ പറഞ്ഞ ഒരു കാര്യം, ഈ നിങ്ങളുടെ സിനിമകൾ കാണിച്ചാൽ 15 പേരാണ് കാണാൻ വരുന്നത് എന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ടോ സിവിൽ സൊസൈറ്റി അത് പ്രശ്നത്തെ അഡ്രസ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് തോന്നുകയാണ്. ഈ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടായി, ഫിലിം കോൺക്ലേവ്, ഫിലിം പോളിസി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഇതാണ്. ഇപ്പൊ കേരളം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സിസ്റ്റത്തിലുള്ള ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ആ വലിയൊരു പോളിസി ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ ലോകത്താകമാനമുള്ള വലിയ ഏകാധിപത്യ ഭരണകൂടങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പോളിസികൾ ഉണ്ടായിട്ടുണ്ട്. ഫിലിം കോൺക്ലേവോ ഫിലിം പോളിസിയോ ഒന്നും ഉണ്ടാക്കില്ലായിരിക്കും. പക്ഷെ എങ്ങനെയാണ് അവർ ഫണ്ട് ചെയ്യുകയും സിനിമകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? അതാണ് ഒരു പ്രശ്നം. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോളിസി ഉണ്ടാക്കപ്പെട്ടാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഓൾറെഡി നമുക്ക് ആവശ്യത്തിലധികം സജഷൻസ്, വിദഗ്ധ കമ്മിറ്റികൾ ഇതെല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഒരു പ്രോഗ്രാം നടപ്പിലാക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു പോളിസി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് കുറെ പ്രോഗ്രാമുകൾ വേണം എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ വേണം. ആ വിവാദങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് ഇങ്ങനെ നമുക്ക് തത്തിക്കളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തില് ഞാൻ പറഞ്ഞു തുടങ്ങിയതിലോട്ട് തന്നെ തിരിച്ചു വരാം. നമ്മൾ ആരാണ് പോളിസി ഉണ്ടാക്കേണ്ടതെന്നുള്ള ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അക്കാദമികൾക്ക് ഈ പവറുമായിട്ട് ബന്ധപ്പെട്ട കല എപ്പോഴും ഈ പവറിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പവർ, അക്കാദമി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പവർ സെന്ററാണ്. നമ്മുടെ അക്കാദമിക ലോകം എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഒരു PhD കഴിഞ്ഞ ഒരാളാണ്. ഒരു പോസ്റ്റ് ഡോക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ ഞാൻ പഠിച്ച സബ്ജക്റ്റ് അല്ല, അതിന് മാറിയാണ് ചെയ്തത്. അപ്പൊ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് സിനിമയായിട്ട് കണക്ട് ചെയ്ത് ലൈബ്രറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തത് PhD. അപ്പൊ അതിനുശേഷം ഇവിടെ ചെന്ന സമയത്ത് ഇവര് പറഞ്ഞ് ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കണം ഈ പോസ്റ്റ് ഡോക്ക്. ഒരു വർഷമാണ് എന്റെ ഫെലോഷിപ്പ് തരുന്നത്. അപ്പൊ അത് അവർ പറഞ്ഞ ന്യായീകരണം, കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞു.